പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ബിഗ് ബോസ് മലയാളം സീസൺ 5 ജേതാവുമായ അഖിൽ മാരാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിനെതിരായി ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ഗുണം ലഭിക്കുന്നത് പ്രതിപക്ഷത്തിനാണെന്നും ഞാൻ മാത്രമല്ല പി.വി. അൻവർ ആയാലും മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയയിലെ പലരും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ ഗുണങ്ങൾ പൂർണ്ണമായും കിട്ടുക ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾക്കുമാണെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് നമുക്കുള്ളതാണെന്നും അഖിൽ പറഞ്ഞു. ഈ പാർട്ടിയിൽ തന്നെയുള്ള പല ആളുകളും പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് അവരെ മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് ആ ആളുകളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പാർട്ടിയിൽ ഉയർന്നു വന്ന ശക്തനായ നേതാവാണ് മാത്യു കുഴൽനാടൻ. രാഷ്ട്രീയ ഭേദമന്യേ BJP-ക്കാർ പോലും അദ്ദേഹത്തെ വാഴ്ത്തി പറയുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിലൂടെ അദ്ദേഹത്തിന് വലിയ ഗ്രാവിറ്റി ഉണ്ടായി. എന്നാൽ ഓരോരുത്തരെയും അടിപ്പണി പണിഞ്ഞ് തൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിനെതിരായി ഒന്നും ചെയ്യാത്ത, ആ പാർട്ടിയിൽ തല്ലുകൊണ്ട യൂത്ത് കോൺഗ്രസുകാർക്കായി ഒന്നും ചെയ്യാത്തയാളെന്ന് എനിക്ക് ഒറ്റക്കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ട അവസരമുണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഖിൽ മാരാർ. ജർമ്മനിയിൽ നിന്നും ദുബായ് വഴിയാണ് ഞാൻ വരുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളെ കാണുമ്പോൾ അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കുകയും അവരോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. ദുബായിലെത്തിയ എനിക്ക് വേണമെങ്കിൽ സെലിബ്രിറ്റി ജാടയൊക്കെ കാണിക്കാമായിരുന്നു. എന്നാൽ ഞാൻ അവിടെ കണ്ട എല്ലാവരുമായി നല്ല രീതിയിൽ സംസാരിക്കുകയായിരുന്നു. ആ സമയം പ്രതിപക്ഷ നേതാവും അവിടെ എയർപോർട്ടിലുണ്ട്. ഒരു പുസ്തകവും എടുത്തുവെച്ച് ജാടയിട്ട് അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം. ഏറ്റവും അവസാനമാണ് അദ്ദേഹം വന്നത്. മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെയാണ് സാധാരണഗതിയിൽ വിമാനം എടുക്കുമ്പോൾ വരാറുള്ളത്. അദ്ദേഹത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ വന്നിരുന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മമ്മൂക്ക പോലും ഇത്ര ജാട കാണിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തെ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് ആൾക്കാരുടെ അടുത്ത് എന്ത് ജാടയിട്ടാണ് ഇരിക്കുന്നത്? കാണുമ്പോൾ തന്നെ ചാണകം വാരി എറിയാൻ തോന്നും. ഇത്രയേറെ ജനരോക്ഷമുള്ള ഒരു നാട്ടിൽ ഒരാൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നാൽ അവർക്ക് എന്ത് സന്തോഷം തോന്നും? കാരണം ജനങ്ങളുമായി ഒന്ന് സംസാരിച്ചാൽ അവർക്ക് വലിയ രീതിയിലുള്ള സമാധാനവും കിട്ടും. മുൻപൊരിക്കൽ കണ്ണൂർ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോഴും ഇതേ ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന്. വ്യക്തിപരമായി എന്നോട് കാണിച്ച ആറ്റിറ്റ്യൂഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജനങ്ങളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. ഇതേപോലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. നാട്ടിലെ ഒരു കരാറുകാരന് കിട്ടേണ്ട ഫണ്ട് CPM പാര വെച്ചുകൊണ്ട് മുടങ്ങിപ്പോയിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോയി. ഞാൻ എത്തുമ്പോൾ ഓഫീസിൽ നിന്നിറങ്ങി ലിഫ്റ്റിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു അദ്ദേഹം. ഓടിപ്പോയി ഞാൻ യാന്ത്രികമായി അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു. വെറും സാധാരണ യൂത്ത് കോൺഗ്രസുകാരനായ എന്നോട് അദ്ദേഹം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അത് അപ്പോൾ തന്നെ സൈൻ ചെയ്ത് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. ഇതുപോലുള്ള ഒരു നേതാവ് ഇനി ഉണ്ടാകുമോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ അത്തരത്തിൽ ജനങ്ങളുമായി ഇടപെടുന്ന പല നേതാക്കളുമുണ്ട്. എൻ്റെ നാട്ടിൽ MP ആയ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം തന്നെ നോക്കാം. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം ജനങ്ങളുമായി ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആരും പറയുന്നത് കേൾക്കില്ല, MP-മാരെ അടുപ്പിക്കില്ല എന്നൊക്കെ പിണറായി വിജയനെ കുറിച്ച് നമ്മൾ പറയും. ഇത് അതിനേക്കാൾ കഷ്ടമായിരിക്കും. പാർട്ടിയിലെ പലരും പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണിത്. ഞാൻ ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ ഗുണമനുഭവിച്ച് ഇദ്ദേഹം അധികാരത്തിൽ വരുന്നതിനേക്കാൾ നല്ലത് പിണറായി വിജയൻ തന്നെ ഭരിക്കുന്നതാണെന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർത്തു.